നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ABVP ചെങ്ങന്നൂർ സമിതി പ്രസിഡന്റായിരുന്ന വിശാലിനെ കൊലപ്പെടുത്തിയ കേസിലെ വിധി വന്നപ്പോൾ എല്ലാ പ്രതികളെയും വെറുതെ വിട്ടു. പ്രായപൂർത്തിയാകാത്ത ഒരാൾ ഉൾപ്പെടെ 20 ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകരായിരുന്നു കേസിലെ പ്രതികൾ. മാവേലിക്കര അഡീഷണൽ സെഷൻസ് ജഡ്ജ് പൂജ PP ആണ് വിധി പറഞ്ഞത്. 2012 ജൂലൈ 16 വിശാൽ കൊല്ലപ്പെട്ടത്. ചെങ്ങന്നൂർ കോളേജിൽ ബിരുദ വിദ്യാർത്ഥികളെ സ്വാഗതം ചെയ്യുന്നതിനിടയിലാണ് വിശാൽ ആക്രമിക്കപ്പെട്ടത്. ആക്രമണത്തിൻ്റെ കാരണം അറിയണ്ടേ? ലവ് ജിഹാദിനെതിരെ വിശാൽ നടത്തിയ പോരാട്ടമായിരുന്നു എതിരാളികളെ ചൊടിപ്പിച്ചത്. വിശാലിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ആ PFI ഭീകരവാദികൾ കോളേജിനുള്ളിലേക്ക് ഇരച്ചു കയറി. ആക്രമണത്തിൽ ABVP പ്രവർത്തകരായ വിഷ്ണു പ്രസാദ്, ശ്രീജിത്ത് തുടങ്ങി വിശാലിനെ രക്ഷിക്കാൻ ശ്രമിച്ച 7 പേർക്കും പരിക്കേറ്റിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ വിശാൽ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. ആദ്യം ലോക്കൽ പോലീസ് അന്വേഷിച്ച കേസ് പിന്നീട് ക്രൈംബ്രാഞ്ചിന് കൈമാറുകയായിരുന്നു. പ്രായപൂർത്തിയാകാത്ത ഒരാൾ ഉൾപ്പെടെ 20 പേർക്കെതിരെയാണ് കുറ്റപത്രം സമർപ്പിച്ചത്. ആശുപത്രിയിലേക്കുള്ള യാത്രാമധ്യേ പോപ്പുലർ ഫ്രണ്ടുകാരാണ് തന്നെ കുത്തിയതെന്ന് വിശാൽ തൻ്റെ സുഹൃത്തിനോട് പറഞ്ഞത് ഒരു മുഖ്യ തെളിവായിരുന്നു. ആദ്യം കരുതിയിരുന്നത് ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകരായിരുന്നു ആക്രമിച്ചതെന്നാണ്. സംഭവ സ്ഥലത്ത് നിന്ന് കണ്ടെടുത്ത 3-ാം പ്രതി ഷഫീഖിൻ്റെ തിരിച്ചറിയൽ കാർഡും പ്രതികളുടെ മൊഴിയുടെയും അടിസ്ഥാനത്തിൽ കണ്ടെടുത്ത ആയുധങ്ങളും കേസിലെ നിർണായക തെളിവുകളായി. PFI പ്രവർത്തകർ തന്നെയാണ് കേസിലെ പ്രതികൾ എന്ന് ഉറച്ചു. പക്ഷേ അവസാന നിമിഷം SFI KSU പ്രവർത്തകർ സാക്ഷിമൊഴി തിരുത്തി ഒന്നും കണ്ടില്ല എന്ന് പറഞ്ഞു. പോപ്പുലർ ഫ്രണ്ടുകാർ കൊലപാതകം ചെയ്യുന്നതിനെപ്പറ്റി അറിവില്ലെന്ന് പറഞ്ഞു. സ്വന്തം കൂട്ടുകാരനായ SFIയുടെ സ്വന്തം കൂട്ടുകാരനായ സഖാവ് അഭിമന്യു കൊല്ലപ്പെട്ടപ്പോഴും അവർക്കിതു തന്നെയായിരുന്നു മറുപടി. പ്രോസിക്യൂഷനു വേണ്ടി പ്രതാപ്ജി പടിക്കലിനൊപ്പം അഭിഭാഷകരായ ശ്രീദേവി പ്രതാപ്, ശില്പ ശിവൻ, ഹരീഷ് കാട്ടൂർ, മഹേശ്വർ പടിക്കൽ, നീരജ ഷാജി എന്നിവരാണ് ഹാജരായത്. ആരൊക്കെ ഹാജരായാലും പ്രോസിക്യൂഷൻ ദയനീയമായി പരാജയപ്പെട്ടു. കേസിലെ തെളിവുകൾ അല്ലാതായി മാറി. അതങ്ങനെയാണല്ലോ. ഓർക്കുന്നില്ലേ പണ്ട് പരുമല പമ്പ കോളേജിലെ SFIയുടെ ആക്രമണം? SFIയുടെ ഇപ്പോഴത്തെ കൂട്ടുകാരനാണല്ലോ PFI. ഒറ്റ ചങ്ങാതി. കമ്മ്യൂണിസ്റ്റുകാർ പരുമല പമ്പ കോളേജിൽ ദേവസ്വം ബോർഡ് കോളേജിൽ നടത്തിയ അരുംകൊല ഓർക്കുന്നില്ലേ? 3 സുഹൃത്തുക്കളായിരുന്നു: അനു, കിം കരുണാകരൻ, സുജിത്ത്. അനു അച്ഛനമ്മമാരുടെ സ്വപ്നങ്ങൾക്ക് ചിറകേകാൻ ജനിച്ച ഏക മകൻ. കോളേജിൻ്റെ പ്രതീക്ഷയായിരുന്നു അനു. മൃദംഗം വായിച്ചിരുന്ന, പാട്ടുപാടിയിരുന്ന, കോളേജ് ഫുട്ബോൾ ടീം ക്യാപ്റ്റനായിരുന്ന അനു. ഉജ്ജ്വല സംഘടകനായിരുന്നു അയാൾ. ആർട്സ് ക്ലബ് സെക്രട്ടറിയായി തിരഞ്ഞെടുത്തത് മുതൽ SFIയുടെയും മാർക്സിസ്റ്റുകാരുടെ കണ്ണിലെ കരടായി മാറുകയായിരുന്നു അനു. അവനെ അരിഞ്ഞു വീഴ്ത്തിക്കൊണ്ട് അധികാരം പിടിച്ചടക്കണമെന്ന് സ്റ്റാലിനിസ്റ്റ് ശൈലി പിന്തുടർന്ന അവർ അനുവിനെയും കൂട്ടുകാരെയും ലക്ഷ്യമിട്ടുകൊണ്ട് കോളേജിലേക്ക് നീങ്ങാൻ തീരുമാനിച്ചു. 1996 സെപ്റ്റംബർ 17 പകതലയ്ക്ക് പിടിച്ച കമ്മ്യൂണിസ്റ്റുകാർ അവനെ കൊന്നു തള്ളാൻ തീരുമാനിച്ചു. അന്നേ ദിവസം കോളേജിനുള്ളിലേക്ക് അവർ കയറി വിദ്യാർത്ഥികൾക്ക് നേരെ ആക്രമണം നടത്തി. രക്ഷപ്പെട്ടോടാൻ വേണ്ടിയിട്ട് ആ വിദ്യാർത്ഥികൾ പമ്പാ നദിയിലേക്ക് ചാടി. പക്ഷേ എതിരാളികളെ പിന്തുടർന്ന് ആക്രമിക്കുന്ന മൃഗങ്ങളെപ്പോലെ അവർ അവരെ ആക്രമിച്ചു. പമ്പാ നദിയിലേക്ക് ചാടിയ വിദ്യാർത്ഥികൾക്ക് നേരെ കല്ലെറിഞ്ഞു. ഒരിറ്റു പ്രാണന് വേണ്ടി പിടഞ്ഞെങ്കിലും നിഷ്കരണം അവരെ കൊന്നു തള്ളുകയായിരുന്നു. ഒരേ ആശയത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച അനുവും കിം കരുണാകരനും സുജിത്തും ഓർമ്മയായി. രക്ഷപ്പെടാൻ വേണ്ടി അവർക്ക് സാരി എറിഞ്ഞുകൊടുത്ത സ്ത്രീകളെപ്പോലും ആ കമ്മ്യൂണിസ്റ്റ് കൊലയാളികൾ ആക്രമിച്ചു. പിന്നെ കോടതിയിൽ നിന്ന് കോടതിയിലേക്ക് കേസുകൾ. പോലീസിൻ്റെ റിപ്പോർട്ടുകൾ ഇതായിരുന്നു: അവർ ധരിച്ചിരുന്ന പോക്കറ്റിനുള്ളിൽ വെള്ളം കയറിയിട്ടാകാം മരിച്ചത്. തീർന്നില്ല. വ്യക്തിഹത്യ നടത്താൻ വേണ്ടി അവസാനത്തെ അടവും അവരെടുത്തു. അവർ മദ്യപിച്ചിട്ടാണ് വെള്ളത്തിൽ മുങ്ങി മരിച്ചതെന്ന് മറ്റൊരു കഥയുണ്ടാക്കി പോലീസ് തന്നെ. മനുഷ്യസ്നേഹികളുടെ അപ്പോസ്തലനായ അന്നത്തെ മുഖ്യമന്ത്രി EK നായനാർ ഇതിനെതിരെ അടിയന്തര പ്രമേയവുമായി നീങ്ങിയ TM ജേക്കബിനോട് RSSകാർ മരിച്ചാൽ ഓനെന്താണ് കുഴപ്പം എന്ന് പറഞ്ഞു. ഓർത്തില്ല മുഖ്യമന്ത്രിയായ EK നായനാർ അദ്ദേഹം എല്ലാവരുടെയും കൂടി മുഖ്യമന്ത്രിയാണെന്ന്. ലവ് ജിഹാദിനെ എതിർത്തതിനാണ് ഇന്ന് വിശാലിനെ വകവരുത്തിയത്. അന്ന് കിം കരുണാകരനെയും സുജിത്തിനെയും അനുവിനെയും കൊന്നു തള്ളിയത്, SFI കൊന്നു തള്ളിയത്, കോളേജ് യൂണിയൻ പിടിച്ചടക്കിയതിനാണെങ്കിൽ ഇന്ന് ലവ് ജിഹാദ് ഭീകരവാദികൾ ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ ലാക്കാക്കിക്കൊണ്ട് നടത്തുന്ന ആക്രമണം
ഭീകരവാദ പ്രവർത്തനം ആയ ലവ് ജിഹാദിനെ എതിർത്തതിനാണ് വിശാലിനെ വകവരുത്തിയത്. KSU-SFI പ്രവർത്തകർക്ക് ഇതിന് അനുകൂലമായി പറഞ്ഞു. അഭിമന്യുവിനെ അവർ മറന്നുപോയി. അവർ മറക്കും, എല്ലാവരെയും മറക്കും. തങ്ങളുടെ നേട്ടങ്ങൾക്ക് വേണ്ടി, അധികാരത്തിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ മടി കാണിക്കാത്ത അവർ മറന്നില്ലെങ്കിലല്ലേ അതിശയമുള്ളൂ. അങ്ങനെ പ്രോസിക്യൂഷൻ പരാജയപ്പെടുന്ന അനവധി കേസുകളിൽ ഒന്നായി മാറി വിശാലിൻ്റെ കേസും. ഒരു ചെറുപ്പക്കാരൻ രാജ്യത്തിന് മാതൃകയാകേണ്ട, രാജ്യത്തിനു വേണ്ടി പ്രവർത്തിക്കേണ്ട, രാജ്യത്തിന് മുതൽക്കൂട്ടാകേണ്ട ഒരു ചെറുപ്പക്കാരനെ ഭീകരവാദികൾ കുത്തിത്തള്ളിയതിനു ശേഷം ഒന്നും കഴിയാതെ നിശബ്ദമായി നോക്കി നിൽക്കുന്ന ഭരണകൂടം, പരാജയപ്പെടുന്ന പ്രോസിക്യൂഷനുകൾ. ആരാണിവിടെ നീതി ഉറപ്പിക്കേണ്ടത്? ആരാണ് നീതി നൽകേണ്ടത്? അന്വേഷണ ഏജൻസികൾ കേസ് കൈമാറിയെങ്കിൽ മാത്രമേ ഇതിന് കൃത്യമായ രീതിയിലുള്ള ഒരു അന്വേഷണ റിപ്പോർട്ട് ഉണ്ടാവുകയുള്ളൂ. കൃത്യമായി സാക്ഷി പറയുന്ന ദൃക്സാക്ഷികൾ ഉണ്ടെങ്കിലേ കേസ് മുന്നോട്ട് പോകൂ. ഇവിടെ ഇതെല്ലാം പരാജയപ്പെടുന്ന കാഴ്ചയാണ് കണ്ടത്. ഭീകരവാദികൾക്ക് വിടുപണി ചെയ്തു കൊടുക്കുന്ന സംസ്ഥാന സർക്കാരും അവരുടെ അന്വേഷണ ഏജൻസികളും അവർക്ക് വിടുപണി ചെയ്തു കൊടുക്കുന്ന KSU-യും SFI-യും ഇത് ഭീകരവാദത്തെ ഈ മണ്ണിൽ വിത്തും വളവും നൽകിക്കൊണ്ട്, വെള്ളവും വളവും നൽകിക്കൊണ്ട് അവർ പരിപാലിക്കുകയാണ് ചെയ്യുന്നത്. ഒരു ഭീകരവാദിയും ഇവിടെ കൽത്തുറുങ്കിലാകാൻ പോകുന്നില്ല ഇങ്ങനെയാണെങ്കിൽ. പക്ഷേ രക്ഷപ്പെട്ടു എന്ന് കരുതി PFI ഭീകരവാദികൾ സമാധാനിക്കേണ്ട. അടുത്തു വരുന്നത് കേന്ദ്ര ഏജൻസികളായും. വിശാലിനെ നിങ്ങൾ കൊന്നു, നിങ്ങളുടെ നാളും എണ്ണപ്പെട്ടു കഴിഞ്ഞു. ഇനി പുറം ലോകം കാണില്ല. നിങ്ങൾ ഒരിക്കലും പൂട്ടുവീഴും ഭീകരവാദികളെ. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.